Hi, welcome to my channel once again. Today let's talk about an interesting topic. ഈയിടെയായിട്ട് കാനഡ സ്റ്റഡി വിസ, കാനഡ വിസിറ്റർ വിസ ഒക്കെ ഒത്തിരി റിഫ്യൂസൽ നടക്കുകയാണ്, ഒരുപാട് റിഫ്യൂസൽ നടക്കുകയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റിഫ്യൂസൽ എന്ന് പറയാം. പ്രത്യേകിച്ച് ന്യൂഡൽഹി, അബുദാബി, ദുബായ്, പാകിസ്ഥാൻ, all countries, especially in the Middle East and Southeast Asia. അത് കൂടാതെ തന്നെ കാനഡൻ്റെ അകത്ത് നിങ്ങൾ കേട്ടിരിക്കും LMI. അതിപ്പോൾ കാനഡിയൻ ഗവൺമെൻറ് ഓൾമോസ്റ്റ് അത് കൊടുക്കുന്നില്ലെന്ന് തന്നെ പറയാം. അതിൻ്റെ കാരണം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ 3 കാര്യങ്ങൾ എങ്ങനെ കനേഡിയൻ ഗവൺമെൻറ് ഇത്രയും ലീനിയൻ്റായിട്ട് വിസിറ്റർ വിസയും സ്റ്റഡി വിസയും LMI ഒക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇമിഗ്രേഷൻ കാനഡ ഇത്ര ഇതിൻ്റെ മേലെ ടഫാവാനും ഇത്രയും സ്ട്രിക്റ്റ് ആവാനും ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എങ്ങനെ എത്തി, അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. So let's go one by one. LMIA. LMIA stands for what? LMIA means Labor Market Impact Assessment. ഈ LMIA എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തും നിങ്ങൾക്കറിയാം, ആ നാട്ടിലെ ആൾക്കാർക്കുള്ള തൊഴിലുകൾ ആദ്യം ഉറപ്പുവരുത്തിയിട്ട് അവർ മറ്റുള്ള നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കത്തുള്ളൂ. ഈവൻ നമ്മൾ കൊച്ചു രാജ്യങ്ങളായ ദുബായ് അല്ലെങ്കിൽ ഖത്തറൊക്കെ പോലുള്ള രാജ്യങ്ങൾ പോലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കിടക്കുക. അതുകൊണ്ടാണ് അവർ നാഷണലൈസേഷൻ എന്നൊക്കെയാണ് അവിടെ വേർഡ് യൂസ് ചെയ്യുന്നത്. കാനഡയിൽ പിന്നെ അങ്ങനെയില്ല. കാനഡയിൽ കനേഡിയൻ സിറ്റിസൺസിന്, കനേഡിയൻ PR-ന് അവർക്കാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് പിന്നെ ഈ ഫോറിന്ന് വരുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ വർക്കേഴ്സോ അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ആയിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ കനേഡിയൻ കമ്പനികൾ ഇതേപോലെ ഫോറിനേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവരുടേതായ ഒരു ജോബ് ഓഫർ മാത്രം കൊടുത്താൽ പോരാ. കനേഡിയൻ ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറ്റ്സ് കോൾഡ് ESDC, എക്കോണമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് കാനഡ. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്ക്രീനിങ് പ്രോസസ്സിലൂടെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കണം, ആ ഒരു അപ്രൂവൽ കൊടുക്കണം. ആ ഡോക്യുമെൻ്റ് പേരാണ് LMIA. ആ ഡോക്യുമെൻ്റ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കനേഡിയൻ കമ്പനി, കാനഡൻ്റെ അകത്തുള്ള ഈ കമ്പനി കാനഡൻ്റെ അകത്തുനിന്ന് തന്നെ കനേഡിയൻ സിറ്റിസൺസിനെയോ PR ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുമോ, ഈ ഒരു പോസ്റ്റ് ഫില്ല് ചെയ്യാൻ കിട്ടുമോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ മാക്സിമം ശ്രമിച്ചു നോക്കി. അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവർ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഈ ഇറ്റലിയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഇയാളെ കൊണ്ടുവരുന്നതെന്നുള്ള ആ ഒരു 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 കൺഫർമേഷനാണ് ഈ LMIA എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ LMIA വെച്ചുകൊണ്ട് ഞാൻ കാനഡയിലൊരു കമ്പനി നടത്തുന്നു, എനിക്ക് ദുബായിൽ നിന്നൊരു ഒരു സ്റ്റാഫിനെ കൊണ്ടുവരണം, ഒരു എക്സ്പേർട്ടിനെ, ഒരു IT എഞ്ചിനീയറെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഈ LMIA വെച്ചിട്ട് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അതാണ് ഈ LMIA എന്ന് പറഞ്ഞ കാര്യം. LMIAക്ക് വേറൊരു വലിയൊരു പർപ്പസ് ഉണ്ട്, ഡ്യുവൽ പർപ്പസ് LMIA എന്ന് പറയുന്നതിന്. അപ്പോൾ ഇവിടെ PR അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ LMIA ഉണ്ടെങ്കിൽ ഒരു സാധാരണ എല്ലാ പോസ്റ്റുകൾക്ക് 50 പോയിൻറ്റ്സും, വളരെ ഉയർന്ന പോസ്റ്റുകൾ ഡയറക്ടർ അല്ലെങ്കിൽ ജനറൽ മാനേജർ പോസ്റ്റൊക്കെ ആണെങ്കിൽ 200 പോയിൻറ്റ്സും കിട്ടുമായിരുന്നു. അപ്പോൾ കാനഡൻ്റെ ഇമിഗ്രേഷൻ എക്സ്പ്രസ് എൻട്രി ഇസ് ഓൾ ബേസ്ഡ് ഓൺ CRS പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് എത്ര കൂടുതൽ പോയിൻ്റ് ഉണ്ടോ അത്രയും നമ്മളുടെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പോയിൻ്റ് കൂടുതൽ കിട്ടിയിട്ട് കാനഡൻ്റെ PR ആവാൻ ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയും ഇത് ആൾക്കാർ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിന് 2 പർപ്പസ് ഉണ്ട്. ഒന്ന്, വർക്ക് പെർമിറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്ന് ജോലി ചെയ്യാൻ. രണ്ടാമത് PR-ൽ പോയിൻ്റ് കൂട്ടിയിട്ട് PR അപ്രൂവൽ കിട്ടാനും PRനേക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പാത്വേ റൂട്ടും കൂടിയായിരുന്നു ഈ LMIA റൂട്ട്. അത് കുറേ നാളായിട്ട് ഇങ്ങനെ കനേഡിയൻ ഗവൺമെൻറ് പർപ്പസ് എപ്പോഴും വളരെ സായിപ്പിൻ്റെ മെൻറ്റാലിറ്റി എപ്പോഴും ക്ലീനാണ്. സായിപ്പിൻ്റെ എപ്പോഴും നല്ല മനസ്സോടെയാണ് അവരിത് ഓരോന്ന് അലോ ചെയ്യുന്നത്. ബട്ട് ഇതിനെ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തത്, പറയുമ്പോൾ ആർക്കും പടക്കം വേണ്ട, നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. ഞാൻ പറഞ്ഞ മലയാളികൾ ഉദ്ദേശിച്ചല്ല, നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ഏറ്റവും കൂടുതൽ ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് മിസ്യൂസ്, എനിക്ക് യാതൊരു സംശയത്തിലില്ല. അത് നമ്മുടെ ബിസിനസ്സുകാരായിക്കോട്ടെ, അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്ത ഏജൻസ് ആയിക്കോട്ടെ, ഗോസ്റ്റ് ഏജൻസ് ആയിക്കോട്ടെ, നാട്ടിലുള്ള ഏജൻസ് ആയിക്കോട്ടെ, ദുബായിലുള്ള ഏജൻസ് ആയിക്കോട്ടെ, കൂടാതെ കാനഡൻ്റെ അകത്ത് തന്നെ നേഴ്സും കൺസൾട്ടൻസും ഒക്കെ ഇതിൽ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതി അതിൻ്റെ ബെനിഫിറ്റും എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇടയാളങ്ങളായിട്ടുണ്ട്. എല്ലാവരും ഇല്ല. ഞാനൊക്കെ ഈ സബ്ജക്റ്റായിട്ട് വരുന്ന ഒരുപാട് മലയാളികളുടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു മിക്കവാറും കേസുകൾ. ഞാനവരെ വാണും ചെയ്യുമായിരുന്നു, ഇങ്ങനെ പ്രശ്നം കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട്. ചില എക്സെപ്ഷണൽ കേസിൽ 1-2 എംപ്ലോയേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്ത് നമ്മൾ LMIA പ്രോസസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് വട്ട് ഐ ആം കമ്മിങ് ടു സേ, ഈ ഒരു LMIA അതിനെ വിറ്റ്, ഫ്രോഡുലൻ രീതിയിൽ അതിനെ വിറ്റ് കാശാക്കാൻ തുടങ്ങി. കാരണം അത്രയും ഡിമാൻഡുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു LMIA ഒരു കുക്കായിട്ട് വരുന്നവനോ അല്ലെങ്കിൽ ഒരു വെയിറ്ററായിട്ട് വരുന്നവനൊക്കെയാണ് 40,000-50,000 കനേഡിയൻ ഡോളറൊക്കെ കൊടുത്തുകൊണ്ട് ഈ LMIA വാങ്ങിക്കുകയാണ്.
എന്നിട്ട് അവനിവിടെ വന്നിട്ട് അവൻ ജോലി ചെയ്യുമോ ജോലി ഉണ്ടോ എന്നുണ്ട് പോലെ അറിയത്തില്ല. ചിലപ്പം ജോലി ഇല്ലെങ്കിൽ ഫേക്കായിട്ട് അവർക്ക് വേണ്ടി പേറോൾ റൺ ചെയ്യും. ഇങ്ങനെ ഒരുപാട് LMA മിസ്യൂസ് ചെയ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2000, എൻ്റെ ഒരു കാഴ്ച ഒരു ഓർമ്മ ശരിയാണ്, ഒരു 2020 ശേഷം വളരെയധികം കൂടിയത്. അല്ലെങ്കിൽ 2018 മുതലേ തുടങ്ങി, പക്ഷേ 2020 മുതൽ 23-24 വരെ 2024 കഴിയുമ്പോഴത്തേക്കന്നെ കനേഡിയൻ ഗവൺമെൻറ് ഇതിൻ്റെയൊക്കെ മുഴുവൻ കംപ്ലയിൻറ്റും ഗവൺമെൻറ് മിനിസ്റ്റേഴ്സൊക്കെ വന്നു തുടങ്ങി. ഒരുപാട് ന്യൂസ് റിപ്പോർട്ട് പിന്നെ മീഡിയകളിൽ വന്നു തുടങ്ങി. അതോടെ ഗവൺമെൻറ് ഹാഡ് ടു ഫൈനലി, അതാണ് ട്രൂഡോ ഗവൺമെൻറ് വലിയൊരു കുഴപ്പം. കാരണം അവർ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒത്തിരി സ്ലോ ആയിരുന്നു റിയാക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് LMAയുടെ കാര്യം ഏകദേശം ഒരു തീരുമാനമായി എന്ന് പറയാം. LMA ഓൾമോസ്റ്റ് സ്റ്റോപ്പായ പോലെയായി. മാത്രമല്ല ഈ ഇങ്ങനെ LMA വാങ്ങിച്ചിട്ട് നേരെ ജെന്യൂനായിട്ട് വാങ്ങിച്ചവർ ഒത്തിരി ഉണ്ട് കേട്ടോ. ജെന്യൂനായിട്ട് LMA വെച്ച് അവർക്കും ഇത് ബുദ്ധിമുട്ടായി. ഇങ്ങനെ ഒരുപാട് പേര് ഈ ഫേക്ക് ആയിട്ടുള്ള കറപ്ഷൻ വഴി LMA വാങ്ങിക്കും. അതിൻ്റെ പോയിൻ്റൊക്കെ എക്സ്പ്രസ് എൻട്രിയിലൊക്കെ കൂട്ടിയിട്ട് ഇൻവിറ്റേഷൻ കിട്ടാനൊക്കെ ട്രൈ ചെയ്തു അറിഞ്ഞതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എല്ലാവർക്കും സ്റ്റോപ്പായി. ഇപ്പോൾ LMA പോയിൻ്റ് കംപ്ലീറ്റ് എടുത്തു കളഞ്ഞു. അപ്പോൾ ഇതിനൊരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ടു. ഗവൺമെൻറ് ഹാഡ് ടു ഫൈനലി മേക്ക് സം കോൾ, ടേക്ക് സം ആക്ഷൻ, സം കറക്റ്റീവ് ആക്ഷൻ. ദാറ്റ്സ് വാട്ട് യു ആർ സീയിങ് നൗ. അതുകൊണ്ട് എന്താ പ്രശ്നം, വളരെ ജെന്യൂനായിട്ട് ഇവിടെ ജോലിയൊക്കെ നോക്കി വന്നവർക്കും അങ്ങനെ ജെന്യൂനായിട്ട് തന്നെ ഇങ്ങനെ പോയിൻ്റ് കിട്ടിയവർക്കും കൂടി ഇത് എഫക്റ്റായി. ഇപ്പോൾ എല്ലാവരുടെയും പോയിൻ്റ് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് കനേഡിയൻ ഗവൺമെൻറ് എക്സ്പ്രസ് എൻട്രി വഴി ഇൻവിറ്റേഷൻ കിട്ടാനുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. അപ്പോൾ നൗ കമ്മിങ് ബാക്ക് ടു കറപ്ഷൻ ഇൻ ഇമിഗ്രേഷൻ ഇൻ ദ അതർ ഏരിയാസ്, സ്റ്റഡി വിസ, ലാംഗ്വേജ് ടെസ്റ്റ് ആൻഡ് വിസിറ്റർ വിസ, ഇതിനും ഫുൾ ഓഫ് മാനിപ്പുലേറ്റഡ് ഡോക്യുമെൻറ്റ്സ്. എൻ്റെ ഒന്നും ഓഫീസ് മിക്കവാറും കേസ് എടുക്കാറന്നില്ല. ഞാൻ കഴിഞ്ഞ 10 വർഷത്തിൽ ഐ ഹാവ് ഡൺ 10 സ്റ്റഡി വിസാസ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതലും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ നാട്ടിലെ ഏജൻറ്റുമാരാണ്. നാട്ടിൽ നല്ല ഏജൻറ്റുമാരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷേ 10%. എക്സ്ട്രീംലി കറപ്റ്റഡ്. അവരുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും കറപ്റ്റഡ് ആയിരിക്കും, ലാംഗ്വേജ് ടെസ്റ്റും കറപ്റ്റഡ് ആയിരിക്കും. അങ്ങനെ പല പല കറപ്ഷൻ അതുവഴി അവർ ചെയ്തു. അങ്ങനെ ഒരുപാട് പേരെ ഒരു സമയത്ത് കനേഡിയൻ ഗവൺമെൻറ്റിനെ കണ്ടുപിടിച്ചു 1500 സം അക്സെപ്റ്റൻസ് ലെറ്റർ ഫ്രം ദ കനേഡിയൻ കോളേജ് വാസ് ഫേക്ക്. ഇവിടെ തന്നെ കോളേജുകൾ, 3rd റേറ്റഡ് കോളേജൊക്കെ പലരും നമ്മുടെ ഓൺ ബൈ ഇന്ത്യൻസ്, അവർ തന്നെ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻച്വലി ഇപ്പോൾ ഇവർക്ക് ഏതാണ് നല്ല സ്റ്റുഡൻറ്റ്, ജെന്യൂൻ സ്റ്റുഡൻറ്റ്, ഏതാണ് ഫേക്ക് സ്റ്റുഡൻറ്റ്, ഏതാണ് ഫേക്ക് ഡോക്യുമെൻ്റ് ഒന്നും കൺഫ്യൂസ് ആയതോടെ പൊതുവെ സ്റ്റുഡൻറ്റ് വിസയൊക്കെ ഒരു 30, 40, 50% ഓപ്പണായിട്ട് അവരങ്ങോട്ട് റിഫ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം പിന്നെ ആൾക്കാർ വരാൻ തന്നെ അവർ വിടുന്നില്ല. വേറെ കാര്യം, ഇങ്ങോട്ട് സ്റ്റുഡൻസ് അധികം വരാൻ സ്റ്റുഡൻസിന് അട്രാക്റ്റഡും അല്ല. കാരണം സ്റ്റുഡൻസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല അവർ ഉദ്ദേശിക്കുന്ന പോലത്തെ ജോബോ കാര്യമോ PR ഒന്നും ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് സ്റ്റുഡൻസ് വരുന്നില്ല. ഇവർക്കും അങ്ങനെയുള്ളതൊന്നും വേണ്ട, അത്യാവശ്യമുള്ളവർ മാത്രം വന്നാൽ മതി ഇവരും പറയണം. അപ്പോൾ അങ്ങനെയാണ് സ്റ്റുഡൻറ്റ് വിസയിലും വിസിറ്റർ വിസയിലും സെയിം ഡോക്യുമെൻറ്റ് മാനിപ്പുലേഷൻ, ഫാബ്രിക്കേഷൻ, ഒരുപാട് ലാംഗ്വേജ് ടെസ്റ്റ്, IELTS ലാംഗ്വേജ് ടെസ്റ്റ്. നിങ്ങളറിയാം US വന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയ പല സ്റ്റുഡൻസിനും US-ൻ്റെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വന്ന ഇന്ത്യയിൽ നിന്ന് വന്ന സ്റ്റുഡൻസിനോട് 4 ചോദ്യം ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. കോർട്ടിൽ കൊണ്ടു നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഫേക്ക് ലാംഗ്വേജ് ടെസ്റ്റ് റിസൾട്ടാണ്. സോ എവരിബഡി വാസ് ആക്ച്വലി സെൻഡ് ബാക്ക്, ഓൾ ഓഫ് ദം. ബട്ട് ഒരുപാട് പേരെ ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അവരൊക്കെ കനഡയിലെത്തിയിട്ട് പല രീതിയിലും രക്ഷപ്പെട്ടില്ലെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇപ്പോൾ ആരോ എവിടെയോ പണ്ടൊരിക്കൽ വായിച്ച അത് പോസിറ്റീവ് സൈഡാണ് നല്ലതായിരുന്നു. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് നല്ല വാല്യൂസ് ഉണ്ട്. അതും കൊണ്ടാണ് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. വാട്ട് വി ആർ ഡൂയിങ് എവരിവെയർ വി ഗോ, വി ടേക്ക് ഓൾ ദോസ് ഡേർട്ടി ഹാബിറ്റ്സ് ഫ്രം ബാക്ക് ഹോം. അത് കൊണ്ടുപോയിട്ട് മറ്റുള്ള രാജ്യം സ്പ്രെഡ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളിലൊക്കെ ഈസിയാണ്. ദുബായും സൗദിയിലൊക്കെ കാണിച്ചാൽ അവിടെ പണി കിട്ടും. ഇവർ വളരെ ലീനിയൻ്റാണ്. സായിപ്പിന് പൊതുവെ എല്ലാവരോടും ഒരു ഫോർ ഗിവിങ് ആറ്റിറ്റ്യൂഡാണ്. അത് മാക്സിമം ഇവർ മിസ്യൂസ് ചെയ്യണം നമ്മുടെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി LMAയെ പറ്റിയിട്ടും LMAയുടെ പോയിൻ്റ് പോയതിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കണ്ടമാനം കൺഫ്യൂസ് ആണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങളും എന്തുകൊണ്ടാണ് കനേഡിയൻ ഗവൺമെൻറ് ഇവൻച്വലി they had to really play hardball on it. So thank you for watching, and until I come back to you with more useful, more interesting or more informative videos, for time being, bye.